പ്രിയ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളിപ്പം ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ ഒരുപാട് കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പം നമ്മളവരെ എങ്ങനെ അടക്കിയിരുത്താം എന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇത് കണ്ട ബീഡ്സ് വർക്ക്, നമ്മൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊരു പരിപാടിയുണ്ട്, ബീഡ്സ് വർക്ക് എന്ന് പറയുന്നൊരു പരിപാടി. അത് നമ്മൾ കുറച്ച് മുത്തുകൾ, ഇപ്പം നമ്മളെ ബുക്ക് സ്റ്റാളുകളിലും അങ്ങനെയുള്ള ഓരോ വലിയ വലിയ സ്റ്റാളുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ മുത്തുകൾ കിട്ടും. ഈ ബീഡ്സ് വർക്ക് ചെയ്യാനുള്ള മുത്തുകൾ. ഈ മുത്തുകൾ മേടിച്ച് നമുക്ക് കുട്ടികളെ കൊണ്ട് ഓരോ പരിപാടി, അപ്പോൾ നമ്മളിത് കണ്ട് ഈ ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച പരിപാടിയാണ്. അതായത് നമ്മൾ കൊളുത്തതിന് പറ്റിയ കൊളുത്തുകളൊക്കെ വാങ്ങിയാൽ ഇങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് മാല ഉണ്ടാക്കാം. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ, അതുപോലെ അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മളിപ്പം കുട്ടികളെയൊക്കെ എങ്ങനെയാണ് ചെറിയ മക്കളെ നമ്മൾ അടക്കിയിരുത്തുക എന്നുള്ള നമ്മുടെ രീതികളിൽ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ വീട്ടിലിരുന്ന് അവർ കുരുത്തക്കേട് കാണിച്ച് ഒരുപാട് സമയം പുറത്തോടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. കാരണം ഇന്ന് വണ്ടികളും അതുപോലെ പല പല മൃഗങ്ങളുടെയൊക്കെ ശല്യമാകുമ്പോൾ കുഞ്ഞു കുട്ടികൾ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനത്തെ ബീഡ്സ് മേടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊരു കാര്യം ഓർക്കുക, നിങ്ങളും അവരോടൊപ്പം, കുഞ്ഞു മക്കളാണെങ്കിലും നിങ്ങളും അവരോടൊപ്പം ഇരുന്ന് കളിക്കാൻ കൂടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുത്തുകൾ ചിലപ്പോൾ ഒരു പക്ഷേ വല്ല വായിലും പോയാൽ തൊണ്ടയിലൊക്കെ കുടുങ്ങി അപകടം സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അവരോടൊപ്പം വലിയ കുട്ടികളാകുമ്പോൾ, ഇതിപ്പം എൻ്റെ കുട്ടി ഉണ്ടാക്കിയതാണ് ഈ മാല, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ, അങ്ങനെ പല പല സാധനങ്ങൾ അവൾ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് നിർമ്മിച്ചത്. അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല, അവൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അതായത് ചെറിയ കുട്ടികൾ ഒരുപാട് സമയം അടങ്ങിയിരുന്ന് അവർക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയും ഫോൺ നോക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാതെ ഇതിലൊരു കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ഒരു നല്ല പണി തന്നെയാണ്. ഇതിപ്പോൾ നമ്മളിപ്പം ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇനി ഗ്രാമായിട്ടോ അതുപോലെ തന്നെ പാക്കറ്റായിട്ടോ ഒക്കെ ഇത് കിട്ടും. ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പല കാര്യങ്ങളിങ്ങനെ നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നമ്മുടെ മക്കളുടെ കഴിവുകളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയും കൂടിയാണ് ഇത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.